ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് ബെവ്കോ LED കമ്പനി ബോർഡ് LGS VFA പോലുള്ള എക്സാംസിനുള്ള 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിനു മുൻപും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാം? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു, ചൗ എൻലായി. ജവഹർലാൽ നെഹ്റുവും ചൗ എൻലായിയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കൾ. ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? 1954 ഓഗസ്റ്റ് 5. 1954 ഓഗസ്റ്റ് 5-നാണ് ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി നിയമം പാസാക്കിയ വർഷം എന്ന്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി നിയമം പാസാക്കിയ വർഷം എന്നാണ്? 2009. 2009-ലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ നിയമം പാസാക്കിയത്. തേഫാഗ സമരം നടന്ന പ്രദേശം ഏതാണ്? തേഫാഗ സമരം നടന്ന പ്രദേശം ബംഗാൾ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സഹജാനന്ദ് സരസ്വതി. സഹജാനന്ദ് സരസ്വതിയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. സ്വാതന്ത്ര്യാനന്തര സമരകാലത്ത് ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ വിപ്ലവം ഏതാണ്? സ്വാതന്ത്ര്യാനന്തര സമരകാലത്ത് ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിലവിൽ വരാൻ കാരണമായത് വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് എന്നാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് എന്നാണ്? 1947 ജൂലൈ. 1947 ജൂലൈയിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. ശൈത്യകാലത്ത് ഇന്ത്യയിലെത്തുന്ന പശ്ചിമ അസ്വസ്ഥത രൂപം കൊള്ളുന്നത് എവിടെയാണ്? ശൈത്യകാലത്ത് ഇന്ത്യയിലെത്തുന്ന പശ്ചിമ അസ്വസ്ഥത രൂപം കൊള്ളുന്നത് എവിടെയാണ്? മെഡിറ്ററേനിയൻ കടലിൽ. മെഡിറ്ററേനിയൻ കടലിലാണ് ശൈത്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന പശ്ചിമ അസ്വസ്ഥത രൂപം കൊള്ളുന്നത്. ഉഷ്ണകാലത്ത് ഏത് പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ്? കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് ഏത് പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ്? കാൽ ബൈശാഖി. പശ്ചിമ ബംഗാൾ. നീതിന്യായ പുനരവലോകന അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നീതിന്യായ പുനരവലോകന അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? സുപ്രീം കോടതി. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പെരിയാറിൻ്റെ തീരത്തുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി നേടിയത് ആര്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി നേടിയത് ആരാണ്? PJ ആൻ്റണി. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തുവിടുന്ന ജലം കൂടി ഉപയോഗിച്ച് വൈദ്യുത ഉൽപ്പാദനം നടത്തുന്നത് എവിടെയാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തുവിടുന്ന ജലം കൂടി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് എവിടെയാണ്? ചെങ്കുളം പദ്ധതിയിലാണ്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് വിഭാഗത്തിൽ പെടുന്നു? കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്ഭവാധികാരം. ഉദ്ഭവാധികാരത്തിലാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം വരുന്നത്. രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി ഏതാണ്? രാജ്യത്ത് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുതുച്ചേരി. പുതുച്ചേരിയിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകര. വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. പഞ്ചസാര ചൂടാക്കിയാൽ എന്തായി മാറുന്നു? പഞ്ചസാര ചൂടാക്കിയാൽ എന്തായി മാറുന്നു? കാരമലായിട്ടാണ് മാറുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏത്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? ബീറ്റ കോശങ്ങൾ. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ ഏതാണ്? തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ ഏതാണ്? മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് ആണ് തലച്ചോറിനെ പൊതിയുന്ന പാട. അതിനുണ്ടാകുന്ന രോഗാണു ആണ്
അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. ECGയുടെ പൂർണ്ണരൂപം ഏതാണ്? ECGയുടെ പൂർണ്ണരൂപം ഏതാണ്? ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് ECGയുടെ പൂർണ്ണരൂപം. നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ന്യൂമാലിഗഡ് റിഫൈനി. ന്യൂമാലിഗഡ് റിഫൈനിയാണ് നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. 2025 ഡിസംബറിൽ ഇന്ത്യയും ഏത് രാജ്യവുമാണ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത്? 2025 ഡിസംബറിൽ ഇന്ത്യയും ഏത് രാജ്യവുമാണ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത്? ന്യൂസിലാൻഡാണ്. ഇന്ത്യയിൽ ഏത് മലനിരകളിൽ ഖനനം നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിജ്ഞാപനം പുറത്തിറക്കിയത്? ഇന്ത്യയിൽ ഏതു മലനിരകളുടെ ഖനനം നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിജ്ഞാപനം പുറത്തിറക്കിയത്? ആരവല്ലി കുന്നുകളുടെ. ശ്രീചിത്ര ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീചിത്ര ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ശ്രീചിത്ര ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗമെന്ന് അറിയപ്പെടുന്നത്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രൈപംബ്ലിക് ട്രൈട്രോക്സൈഡ് ആണ് റെഡ് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഇക്സജിക്? ഇക്സജിക് എന്നത് ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ്? ചിക്കുൻഗുനിയ. രക്തത്തിലെ ദ്രാവക ഭാഗത്ത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗത്ത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമകണങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവ കാരണം ചുറ്റും ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഹിമകണങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവ കാരണം ചുറ്റും ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? മസ്തിഷ്കം. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോമലേസിയ എന്ന രോഗം ഉണ്ടാകുന്നത്? ഓസ്റ്റിയോമലേസിയ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡി. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലുമിനിയം. കാസർഗോഡ് കേന്ദ്ര തോട്ടവള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കൽപ്പശതാബ്ദി ഏത് കാർഷിക വിളയാണ്? കാസർഗോട്ടെ കേന്ദ്ര തോട്ടവള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കൽപ്പശതാബ്ദി ഏത് കാർഷിക വിളയാണ്? നാളികേരം. കേരളത്തിലെ ഏക IIT സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക IIT സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട്. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള കൂടിയാട്ടം കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള കൂടിയാട്ടം കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന എന്താണ്? ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്നത് ഭൂമിയെയാണ്. വജ്രത്തിന് നീലനിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? വജ്രത്തിന് നീലനിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? ബോറോൺ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീലനിറം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? PR ശ്രീജേഷ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യത്തെ കളിക്കാരൻ ആരാണ്?
ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യത്തെ കളിക്കാരൻ ആരാണ്? സുനിൽ ഗവാസ്കർ. സുനിൽ ഗവാസ്കറാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യത്തെ കളിക്കാരൻ. 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത്. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ഉപകരണത്തിന് ഉദാഹരണം. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകൾ ആക്കി മാറ്റുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് മൈക്രോഫോൺ. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരൊക്കെയാണ്? ഇന്ത്യയാണ്. പൂർണ്ണമായും സെറാമിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? പൂർണ്ണമായും സെറാമിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാർക്ക് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങൾക്ക് സ്വമേധയായുള്ള പുനരധിവാസത്തിന് അവസരം നൽകുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങൾക്ക് സ്വമേധയായുള്ള പുനരധിവാസത്തിന് അവസരം നൽകുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് നവകിരണം. റഷ്യയിൽ എമ്പാടും രൂപം നൽകിയ സോവിയറ്റുകൾ എന്ന സംഘങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? റഷ്യയിൽ എമ്പാടും രൂപം നൽകിയ സോവിയറ്റുകൾ എന്ന സംഘങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? സമരങ്ങൾ നടത്തൽ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരെല്ലാം? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സൺ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? ഷംല ഹംസ. കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്താണ്? കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്താണ്? എലിക്കുളം. എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത്. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം എന്നാണ്? റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത് 1975ലാണ്. 1975ലാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമട കായൽ. പുന്നമട കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളി ആരാണ്? ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളിയാണ് OM നമ്പ്യാർ. OM നമ്പ്യാറിനാണ് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളി. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഖഞ്ചർ? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഖഞ്ചർ? കിർഗിസ്ഥാൻ. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഖഞ്ചർ. നബാർഡ് രൂപവൽകൃതമായത് എന്നാണ്? നബാർഡ് രൂപവൽകൃതമായത് എന്നാണ്? 1982. 1982ലാണ് നബാർഡ് രൂപവൽകൃതമായത്. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയത് ഏത് വിപ്ലവത്തിലൂടെയാണ്? ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയത് ഏത് വിപ്ലവത്തിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. സ്പാനിഷ് കലാപത്തെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. പ്രധാനമന്ത്രിയെ ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രധാനമന്ത്രിയെ ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? BN റാവു. BN റാവുവിനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ UN പ്രമേയം എന്തായിരുന്നു? 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ UN പ്രമേയം എന്തായിരുന്നു? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നായിരുന്നു 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ UN പ്രമേയം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായ വർഷം എന്നാണ്? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായത് 2005ലാണ്.
മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 11ാം പഞ്ചവത്സര പദ്ധതി. ഊഷരമണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊഷരമണ്ണ് എന്നറിയപ്പെടുന്നത് ലവണമണ്ണ്. ലവണമണ്ണിനെയാണ് ഊഷരമണ്ണ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. സമാധാന നൊബേൽ ജേതാവ് കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ്? സമാധാന നൊബേൽ ജേതാവായ കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയാസലായി. ദിയാസലായി എന്ന് പറയുന്നത് കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടി ആരാണ്? ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് നടിയാണ് വിദ്യാ ബാലൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? മഹാത്മാ പുരസ്കാരം. മഹാത്മാ പുരസ്കാരമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഡൽഹി. ഡൽഹിയാണ് പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഡിജിറ്റൽ ഭൂസർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? ഡിജിറ്റൽ ഭൂസർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? ഉജാർ ഉളുവാർ. ഉജാർ ഉളുവാറാണ് ഡിജിറ്റൽ ഭൂസർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം. റെയിൽവേ, ബാങ്കുകൾ എന്നിവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഏതിനത്തിൽ ഉൾപ്പെടുന്നു? റെയിൽവേ, ബാങ്കുകൾ എന്നിവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഏതിനത്തിൽ ഉൾപ്പെടുന്നു? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് റെയിൽവേ, ബാങ്കുകൾ എന്നിവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉൾപ്പെടുന്നത്. ഹോൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കപ്പെടുന്ന ലോഹം ഏതാണ്? ഹോൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണം ഏതാണ്? പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്ററാണ് പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണം. ശരീരത്തിലെ ലിംഫോയിഡ് അവയവത്തിന് ഉദാഹരണം എന്താണ്? ശരീരത്തിലെ ലിംഫോയിഡ് അവയവത്തിന് ഉദാഹരണമാണ് അസ്ഥിമജ്ജ. അസ്ഥിമജ്ജയാണ് ശരീരത്തിലെ ലിംഫോയിഡ് അവയവത്തിന് ഉദാഹരണം. കുട്ടനാടിൻ്റെ പ്രധാന ജലസ്രോതസ്സായ നദി ഏതാണ്? കുട്ടനാടിൻ്റെ പ്രധാന ജലസ്രോതസ്സായ നദിയാണ് പമ്പ. AR രാജരാജവർമ്മ കാന്താര താരകം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചത് ഏത് കൃതിക്കാണ്? AR രാജരാജവർമ്മ കാന്താര താരകം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചത് ഏത് കൃതിക്കാണ്? നളചരിതം, ആട്ടക്കഥ. പരിചമുട്ടുകളി ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? പരിചമുട്ടുകളി ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? ക്രിസ്തുമതം. ജലമേളകളിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ വള്ളംകളി ഏതാണ്? ജലമേളകളിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. എവിടെയാണ് നടക്കുന്നത്? പുന്നമട കായലാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. രാജീവ് ഗാന്ധി ബോട്ട് റേസ് ഏത് നദിയിലാണ് നടക്കുന്നത്? രാജീവ് ഗാന്ധി ബോട്ട് റേസ് ഏത് നദിയിലാണ് നടക്കുന്നത്? പുളിങ്കുന്ന് നദി. പുളിങ്കുന്ന് നദിയിലാണ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത്. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? കാനായി കുഞ്ഞിരാമൻ. വാർത്തകൾക്കൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം അല്ലെങ്കിൽ മാസിക ഏതാണ്? വാർത്തകൾക്കൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം അല്ലെങ്കിൽ മാസികയാണ് ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപത്തിലാണ് വാർത്തകൾക്കൊപ്പം ചിത്രങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയ പത്രം അല്ലെങ്കിൽ മാസിക. MD വാസുദേവൻ നായരുടെ ഏത് കൃതിയെ ആസ്പദമാക്കിയാണ് സതയം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്? MD വാസുദേവൻ നായരുടെ ഏത് കൃതിയെ ആസ്പദമാക്കിയാണ് സതയം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്? ശത്രു. ശത്രു എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് സതയം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആരുടെ കൃതിയെ ആസ്പദമാക്കിയാണ്? MD വാസുദേവൻ നായരുടെ. JC ഡാനിയേൽ അവാർഡ് നേടിയ ആദ്യത്തെ അഭിനേതാവ് ആരാണ്? JC ഡാനിയേൽ അവാർഡ് നേടിയ ആദ്യത്തെ അഭിനേതാവ് ആരാണ്? തിക്കുറിശ്ശി സുകുമാരൻ നായർ. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് JC ഡാനിയേൽ അവാർഡ് നേടിയ ആദ്യത്തെ അഭിനേതാവ്. ചെസ് ലോക കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ചെസ് ലോക കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദാണ് ചെസ് ലോക കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കേരള ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷമെന്നാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷമെന്നാണ് 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം. സുപ്രീം കോടതി ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്?
സുപ്രീം കോടതി ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്രജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്രജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? റാംബ ലഹള എന്നാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ അറിയപ്പെടുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. സൈമൺ കമ്മീഷന് നേർക്കുള്ള പ്രതിഷേധ സമരത്തിന് നേരെയുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവ് ആരാണ്? സൈമൺ കമ്മീഷന് നേർക്കുള്ള പ്രതിഷേധ സമരത്തിന് നേരെയുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിന് തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവ് ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാണ് KG ശങ്കരപിള്ള. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.